ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വഴുതനങ്ങ വെച്ചിട്ട് തേങ്ങയൊന്നും അരയ്ക്കാതെ വെക്കുന്ന ഒരു മസാലക്കറിയുടെ റെസിപ്പിയാണ്. അതിനായിട്ട് വഴുതനങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് അരിഞ്ഞെടുക്കാം. ഒരു പാനിലേക്ക് മസാലയ്ക്ക് ആവശ്യത്തിന് കുറച്ച് ഓയിലൊഴിച്ച് അതിലേക്ക് വലിയ ജീരകം, അതുപോലെ ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞത് ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ നല്ലൊരു കറിയാണിത്. ഉള്ളി നന്നായിട്ട് തന്നെ ഒന്ന് സോട്ടായി കിട്ടണം. അതിൻ്റെ ഒരു ചെറിയൊരു ലൈറ്റ് ഗോൾഡൻ കളറാവുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 വലിയ ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ആ ഒരു പച്ച മണമൊക്കെ മാറുന്ന വരെ നല്ലതുപോലെ നമുക്കൊന്ന് ഇതിനെ ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ആ ഉള്ളിയും കൂടെ ഇട്ട് നല്ലതുപോലെ ഇതിനെ മിക്സ് ചെയ്തെടുത്ത് നല്ലതുപോലെ അരച്ചെടുക്കണം. പിന്നെ ഇനി വേറൊരു പാനിലേക്ക് കുറച്ച് കടുക്, അതുപോലെ തന്നെ വലിയ ജീരകം, 2 വറ്റൽമുളക്, കറിവേപ്പില, 1-2 തണ്ട് കറിവേപ്പില. പിന്നെ ഇത് ഞാനൊരു ചെറിയ ക്യൂബ് സൈസിൽ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും ചേർത്ത് നല്ലതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു 3-4 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ച് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന മസാല പേസ്റ്റ് ഉണ്ടല്ലോ, നന്നായിട്ട് അതും കൂടെ ചേർത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ചെറിയൊരു കഷ്ണം പുളി ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ വളരെ ചെറിയൊരു കഷ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മുടെ സാമ്പാർ പുളിയാണ്. കുറച്ച് വെള്ളവും ചേർത്ത് നല്ലതുപോലെ അരിച്ചൊഴിക്കാം നമുക്ക്. ഇതൊരു 5 മിനിറ്റ് നമുക്കൊന്ന് സിമ്മിൽ ഇട്ട് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലൊരു കറിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.